ഇനി നമുക്ക് ചുറ്റും പ്രകാശം ചൊരിയുന്ന ചില വാർത്തകളിലേക്കാണ് നമ്മൾ ഇനി ക്യാമറ ചലിപ്പിക്കുന്നത്. ബി പോസിറ്റീവ്. പരിമിതികളിൽ നിന്ന് സ്വയം പര്യാപ്തതയിലേക്ക് മുന്നേറുന്ന ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കണ്ണൂരിൽ പുരോഗമിക്കുന്ന നീന്തൽ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെല്ലാം ഉൾക്കാഴ്ച കൊണ്ട് ലോകത്തെ അറിയുന്നവരാണ്. നീന്തൽ പഠിക്കാനുള്ള ഒറ്റ ആർജവും പുതിയ സാധ്യതകളിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുന്നു. ദുരന്ത നിവാരണം മുതൽ കായിക വേദികൾ വരെ ഇവരെ നമ്മൾ കണ്ടെത്തിയെന്ന് വരാം നാളെ. വെല്ലുവിളികളെ മറികടന്ന് സാധ്യതകളുടെ തീരത്തേക്ക് നീന്തിക്കയറുകയാണിവർ. നീന്തൽ പോയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതുവരെ അന്യമായിരുന്നു പലർക്കും. ഉൾക്കണ്ണിൽ പുത്തൻ അനുഭവത്തിന്റെ സന്തോഷത്തിരിളക്കം. സൂപ്പറാണ്. നമുക്ക് പറഞ്ഞാൽ അത് അധികം വലിയ ബേസ് ഇല്ല, എന്നാലും പഠിച്ച് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. ബ്ലൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. കാഴ്ച വെല്ലുവിളിയുടെ പേരിൽ അപകടം ഭയന്ന് അവസരങ്ങളെല്ലാം നിഷേധിക്കാറാണ് പതിവ്. എന്നാൽ സമൂഹത്തിനാകെയുള്ള സന്ദേശം കൂടിയാണ് ഈ നീന്തൽ പരിശീലനം. കുഴപ്പമൊന്നുമില്ല, വെള്ളം പേടിയൊക്കെ ഒന്ന് നിന്ന് എക്സ്പീരിയൻസ് ആയി വരുന്നു. ഇങ്ങനെ ഒരു ഇതൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല, കാഴ്ചയില്ലാത്തതുകൊണ്ട്. അൽഹംദുലില്ലാ ഉഷാറായിരുന്നു. നമ്മൾ വെള്ളത്തോടുള്ള ഭയം മാറി. ഇനി ഒരു ഫ്ലഡൊക്കെ വരുവാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യുവജന വിഭാഗവും ഇക്യുബീയിങ് ഫൗണ്ടേഷനും ചേർന്നാണ് പിണറായി പഞ്ചായത്തിന്റെ സ്വിമ്മിംഗ് പൂളിൽ പരിശീലന പദ്ധതി നടപ്പാക്കുന്നത്. ഈ പ്രളയവും ഒക്കെ വെള്ളപ്പൊക്കമൊക്കെ വരുന്നൊരു സമയത്ത് തീർച്ചയായും കാഴ്ചയില്ലാത്തവർ വെള്ളത്തിലോ മറ്റോ വീണുപോയാൽ ഒറ്റപ്പെടരുത് എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇത്തരത്തിലൊരു നീന്തൽ പരിശീലനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇതിപ്പോൾ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറവും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ യൂണിറ്റും ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഇക്യുബീൻ ഫൗണ്ടേഷൻ അതിൻ്റെ ആളാണ് ഇദ്ദേഹം. 3 സംഘടനകളും ഒരുമിച്ചാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. പ്രളയമടക്കമുള്ള അപകട പ്രതിരോധം മുതൽ പാരാലിമ്പിക്സ് അടക്കമുള്ള ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിലെ സാധ്യത വരെ തുറന്നിടുന്നതാണ് ഈ പരിശീലന ക്യാമ്പ്. ക്യൂഫ്ലോട്ട് ഒരു 10 ഡേ ക്യാമ്പാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ഏതാ പൂളിൽ ക്യാമ്പ് നടത്തുന്നത് അവിടുത്തെ ട്രെയിനേഴ്സിന് ഇതിനെക്കുറിച്ച് ഡിസബിലിറ്റി സെൻസിറ്റൈസേഷനും പിന്നെ പേഴ്സൺസ് വിഷ്വൽ ഇമ്പയർമെൻറ്റിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടതെന്നും പഠിപ്പിക്കുന്നുണ്ട്. കാഴ്ച പരിമിതി ഉണ്ടെങ്കിലും എല്ലാ കഴിവും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വിമ്മിങ് പഠിക്കാൻ വന്ന ഇവർ വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം പിടിച്ചെടുക്കാനും നന്നായിട്ട് സ്വിം ചെയ്യേണ്ട രീതിയിലേക്ക് വന്നു. അത് 4-ാം ദിവസമായിരുന്നു. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.